والأخذ بالتجويد حتم لازم من لم يجود القرآن آثم لأنه به الإله أنزلا وهكذا منه إلينا وصلا. الحمد لله رب العالمين له الحمد الحسن والثناء الجميل وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه والتابعين لهم بإحسان إلى يوم الدين أما بعد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാല്ലാഹ് ഇന്നലത്തെ ചർച്ച ബിഇദ്നില്ലാ അൽ ഇഖ്ലാബിനെ കുറിച്ചാണ്. നമ്മൾ എന്തെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ടോട്ടലായിട്ട് അഹ്കാം നൂൻ സാക്കിൻ വത്തൻവീൻ, ഇദ്ഹാർ പഠിച്ചു, ഇദ്ഗാം പഠിച്ചു. അപ്പോൾ ഇത് എത്രാമത്തെയാണ്? മൂന്നാമത്തെ. ഇനി എത്ര ബാക്കിയുണ്ട്? ഒന്ന് ഏതാണ്? ഇഖ്ഫ. തയ്യിബ്. അപ്പം ലുഗത്തൻ എന്താണ് ഇഖ്ലാബ് എന്നുള്ളത്? തഹ്വീലു ഷൈ അൻ വജ്ഹിഹി. തഹ്വീൽ എന്ന് വെച്ചാൽ ഒന്ന് മാറ്റുക എന്നാണ്, ചേഞ്ച് ചെയ്യുക. അപ്പോൾ തഹ്വീൽ ഷൈ ഒരു കാര്യത്തെ മാറ്റുക അൻ വജ്ഹി അതിൻ്റെ രൂപത്തിൽ നിന്ന്, അതാണ് ലുഗത്തൻ അതിൻ്റെ ഇഖ്ലാബിൻ്റെ അർത്ഥം. ഇസ്തിലാഹൻ സാങ്കേതികമായ അർത്ഥം ജഅലു ഹർഫിൻ മക്കാന ആഖറ, അതായത് ഒരു ഹർഫിനെ അതിൻ്റെ സ്ഥാനത്ത് വേറെ സ്ഥലത്തേക്ക് വെക്കുക. മഅ മുറാഅത്തിൽ ഗുന്നതി വൽ ഇഖ്ഫാഇ ഫിൽ ഹർഫിൽ മഖ്ലൂബ്. ഇതിൻ്റെ അർത്ഥം ഞാൻ വജ്ഹ് പറഞ്ഞതിന് ശേഷം പറയാം, ഹുക്ം പറഞ്ഞതിന് ശേഷം പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികം മനസ്സിലാവും, കുറച്ച് നല്ലൊരു ക്ലാരിറ്റി കിട്ടാം. ഇതാണ് ഇതിൻ്റെ ഇസ്തിലാഹിൻ്റെ ഡെഫിനിഷൻ. അതിൻ്റെ ഹർഫ് എന്താണ്? ബ. എളുപ്പമാണ് ബ. അപ്പോൾ നമ്മൾ 28 അക്ഷരത്തിൽ നിന്ന് ഇദ്ഹാർ എത്ര കൊണ്ടപ്പോയി? 6 എണ്ണം. അപ്പോൾ എത്ര ബാക്കി? 22. ഇദ്ഗാം എത്ര കൊണ്ടപ്പോയി? അപ്പോൾ എത്ര ബാക്കി? 16. ഇതെത്ര കൊണ്ടുപോകുന്നത്? അപ്പോൾ എത്ര ബാക്കി? 15. അപ്പോൾ ഇഖ്ഫാക്ക് എത്ര അക്ഷരം ഉണ്ടാവും? 15. അപ്പോൾ ഇത് ഇത്ഖാനാക്കിയാൽ ഇഖ്ഫാനെ ഹിഫ്ള് ചെയ്യേണ്ട ആവശ്യമില്ല. ഹിഫ്ള് ഏറ്റവും നല്ലതാണ്, പക്ഷെ ഞാൻ പേഴ്സണലി ചെയ്തത് ഇത് ഇത്ഖാനാക്കി പിന്നെ അതിൻ്റെ ഒരു ഹിഫ്ള് ചെയ്യേണ്ട ആവശ്യമില്ല. ഹിഫ്ള് ചെയ്യണം ഏറ്റവും അഫ്ദൽ. വല്ലാഹു ആലം. തയ്യിബ്. ഇതെങ്ങനെ, ഇതിൻ്റെ ഹുക്ം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? തയ്യിബ്. ഇദാ വഖഅൽ ബ, നമ്മൾ ബ എന്ന് പറഞ്ഞല്ലോ. ഇദാ വഖഅൽ ബ ബഅദ നൂൻ സാക്കിന തവി തൻവീൻ, തൻവീനോ നൂൻ സാക്കിന് ശേഷം ബ എന്ന ഹർഫ് വന്നിട്ടുണ്ടെങ്കിൽ, തൻവീൻ നൂൻ സാക്കിന് ശേഷം ബ എന്ന ഹർഫ് വന്നിട്ടുണ്ടെങ്കിൽ വജബ ഖൽബുഹ മീമൻ ഖാലിസൻ, നമ്മൾ ആ ബാന മീമാക്കി മാറ്റണം. എങ്ങനെയാ? ഖാലിസൻ, പൂർണ്ണമായി മാറ്റണം. ലഫ്ദൻ ലാ ഖത്തൻ, ലഫ്ദൻ ലാ ഖത്തൻ. ലഫ്ദ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുത്താണോ? ആണോ? ഉച്ചാരണം. ലഫ്ദൻ ലാ ഖത്തൻ, എഴുത്തിൽ ഖുർആനൊന്നും മാറ്റിയിട്ടുണ്ടാവില്ല. തയ്യിബ്. മുഖ്ഫാത്തൻ, അത് ഹിഡൻ ആയിരിക്കും. മഅ ഇദ്ഹാരിൽ ഗുന്ന, ഗുന്നയും അവിടെ സംഭവിക്കണം. എന്തെല്ലാം സംഭവിക്കുന്നത്? ഹിഡൻ ആയിരിക്കണം, അതേപോലെ തന്നെ ഗുന്നത്ത് അവിടെ സംഭവിക്കണം. തയ്യിബ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇസ്തിലാഹ് നോക്കാം. ഹർഫ് ജഅലു ഹർഫിൻ മക്കാന ആഖറ. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊരു സ്ഥലത്താണ് മാറ്റുന്നത്? മീമിനെ നൂൻ്റെ സ്ഥലത്തേക്ക് മാറ്റുന്നു. തയ്യിബ്. മഅ മുറാഅത്തിൽ ഗുന്നതി, നമ്മൾ ഗുന്നത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. വൽ ഇഖ്ഫ, ഇഖ്ഫയും ചെയ്യണം. ഗുന്ന മാത്രം ഇഖ്ഫയും ചെയ്യണം. ഇഖ്ഫ നമ്മൾ പഠിച്ചു അല്ല, അഫ്വൻ ഇഖ്ഫ നമ്മൾ പഠിച്ചിട്ടില്ല. സംശയമുണ്ടോ? അതെ, അല്ലല്ല, നൂന് മീമിലേക്ക്. നൂൻ നമ്മൾ മീമിനെ നൂനിലേക്ക് കൊണ്ടുപോകും, ഖൽബ് ചെയ്യും. തയ്യിബ്. നമ്മൾ ഇഖ്ഫയും ചെയ്യണം. ഇഖ്ഫ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലേ. ഇഖ്ഫ നമുക്ക് നൂനെ ഹൈഡ് ചെയ്യണം. ഇഖ്ഫ എന്ന് സത്തർ എന്ന അടുത്ത ചാപ്റ്റർ അത് വരുന്നുണ്ട്. നമ്മൾ ഇഖ്ഫയും ചെയ്യണം. അതിൻ്റെ രൂപം ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. ഫി ഹർഫിൽ മഖ്ലൂബ്, ഏതിൽ? ഹർഫിൽ മഖ്ലൂബ് ഇതാണ്, മീമാണ്. നൂൻ്റെ പകരം നമ്മൾ മീമ് കൊണ്ടുവരും, അവിടെ നമ്മൾ ഇഖ്ഫയും ചെയ്യണം, ഗുന്നയും ചെയ്യണം. ഓക്കെ, നമ്മൾ ഹുക്മ വായിച്ചു. ഇനി മിസാൽ നോക്കാം. ഫസ്റ്റ് ഓക്കെ ഖലാസ്, നമുക്ക് നമ്മളെ രീതി നോക്കാം. മുഖ്താർ, ഇതെങ്ങനെ ഓതാ? ക്ലിയർ ആണോ? ആ, എങ്ങനെ? അല്ല, ഞാൻ ചോദിക്കുമ്പോൾ അത് ഡൗട്ട് തെറ്റാന്നുകൊണ്ടായിരിക്കും. ഞാൻ ചിലപ്പോൾ ശരിക്കും കേട്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അംബി ഊനി. ഓക്കെ, ജാബിർ പറ. ആയത് ഒന്നൊരു. ഓക്കെ, ഹാറൂൺ പറ. സെയിം തന്നെ. തയ്യിബ്. ഇത് ഓതേണ്ടത് ഒന്ന് നമ്മൾ പിന്നെ ഇഖ്ലാബ് ചെയ്യുമ്പം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ 3 കൈഫിയത്ത് പറയുന്നുണ്ട്. തയ്യിബ്. നമുക്ക് കൈഫിയത്ത് നോക്കിയിട്ട് മിസാലിലേക്ക് നോക്കാം. കൈഫിയത്ത് ഇത് എങ്ങനെയാണ് ഇഖ്ലാബ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കിയാൽ ഇത് കുറച്ചുകൂടി എളുപ്പത്തിന് മനസ്സിലാവും. ഓക്കെ. കൈഫിയത്തു തഹ്ഖീഖിൽ ഖൽബ്, ഖൽബ് എങ്ങനെയാണ് സംഭവിക്കേണ്ടത്, അതിൻ്റെ രീതി എങ്ങനെയാണെന്ന്.
ബിസലാസത്തി അഅമാൽ, 3 കാര്യങ്ങൾ അത് ചെയ്യണം. ഈ 3 കാര്യം ഒരു കാര്യം മിസ്സായി കഴിഞ്ഞാൽ ഇഖ്ലാബ് ശരിയാവില്ല. 3 കാര്യം ഉണ്ടാവണം നമ്മൾ ഇഖ്ലാബ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ഖൽബു നൂന് സാക്കിനത്തി അവി തൻവീൻ. നൂന് സാക്കിനോ തൻവീൻ നമ്മൾ മാറ്റണം. എങ്ങനെ? അഫൻ, അതിൻ്റെ കൂടെ ഒന്നുകൂടി ഉണ്ട്, നൂന് തൗക്കീദുൽ ഖഫീഫ. ഇതിൽ നൂന് സാക്കിനും നൂന് തൗക്കീദുൽ ഖഫീഫും വരുന്നുണ്ട് കേട്ടോ. തൻവീൻ. മീമൻ ഖാലിസത്തൻ, മീമായി മാറ്റണം. ലഫ്ദൻ ലാ ഖത്തൻ, ഉച്ചാരണത്തിൽ എഴുത്തിലല്ല. ഖഫീഫ നമ്മൾ പറയും തൗക്കീദിനാണ് ഉപയോഗിക്കുന്ന നൂന്. നമ്മൾ പിന്നെ അറബി ഭാഷയിൽ ഫിഅലിൻ്റെ കൂടെ ഒരു നൂൻ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ യദ്രിബ്. യദ്രിബ് എന്ന് വെച്ചാൽ നീ അവൻ അടിക്കണം. യദ്രിബൻ, നീ അവൻ എന്താ തീർച്ചയായും അടിക്കണം. തൗക്കീദിന് ഒരുപാട് പിന്നെ അദവാത്തുകൾ, അതിൽപ്പെട്ട ഒരു അദാത്താണ് നൂന്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തയ്യബ്. അപ്പം നമ്മൾ പറഞ്ഞു മീമിൽ ഫുള്ളായി മാറ്റണം. എങ്ങനെ? തഅവീദൻ സഹീഹൻ, ശരിക്കും മാറ്റണം. ബിഹൈസു ലാ യബ്ഖ അസ്റു ബഅദ ദാലിക ലിന്നൂനി സാക്കിനതി വൽ മുഅക്കദതി വത്തൻവീൻ. അത് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നൂനു സാക്കിന, തൗക്കീദിന് നൂന്, അതേപോലെ തൻവീൻ ഒരു അസറും ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ രീതി നമ്മൾ ഖാലിസായി സഹീഹായി മാറ്റണം. അതാണെന്ത്? രണ്ടാമത്തത്. അല്ല, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്താണ്? ഫസ്റ്റ് വൺ മനസ്സിലായില്ല. സെക്കൻഡ് വൺ എന്താണ്? ഇഖ്ഫാഉ ഹാദിഹിൽ മീമി ഇൻദൽ ബാ. നമ്മൾ മീമിന് ബാ ആണുള്ളത്, വരുന്ന സമയത്ത് ഇഖ്ഫ ചെയ്യണം. ഓക്കെ, സെക്കൻഡ് ഇഖ്ഫ ചെയ്യണം. തേർഡ് വൺ എന്താണ്? ഇവിടെ ഇഖ്ഫ വരാൻ കാരണം എന്താണ്? അതായത് ബാക്ക് മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫയാ വരുത്ത്, ഒരു നിയമമുണ്ട്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് അത് അഹ്കാം മീംസാക്കി നമ്മളത് പഠിക്കും. ഇവിടെ മീമായി മാറിക്കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഇഖ്ഫ വരാൻ കാരണം, നൂനുള്ളത് കൊണ്ടല്ല. ഇവിടെ മീമായി മാറിയതിന് ശേഷം അതിനുശേഷം ബാ വന്നുകൊണ്ടാണ് എന്തായത് ഇഖ്ഫയാൻ കാരണം. ഓക്കെ. 3 എന്താണ്? ഇദ്ഹാറുൽ ഗുന്നതി മഅൽ മീം. ഇവിടെ നമ്മൾ എന്താക്കണം? ഇദ്ഹാറുൽ ഗുന്നതി മഅൽ മീം, ഗുന്ന ചെയ്യണം. ഓക്കെ, എന്തിൻ്റെ ഗുന്ന ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു നൂൻ സാക്ഷി ബായല്ല അതിന് നിയമം. അപ്പോൾ എന്തിൻ്റെ ഗുന്ന ഇവിടെ വരുന്നത്? എല്ലാവരും മീമാണ് വെറുതെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? നൂൻ്റെ എന്താ ചെയ്യാത്തത്? നൂൻ അവിടെ ഇല്ല. അഹ്സൻത്. അപ്പം മീമിൻ്റെ ആണ്, അത് ശരിക്കും ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വഹുവ സിഫത്തുൽ മീമിൽ മഖ്ലൂബത്തി ലാ സിഫത്തുൻ നൂനി വത്തൻവീൻ. നൂനി തൻവീൻ്റെ അല്ല, മീമിൻ്റെ ആണ്. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യേണ്ടത്? ഇഖ്ലാബ് ചെയ്യേണ്ട രീതി. തയ്യിബ്. ഈ തൻബീഹ് കൂടി നമുക്കൊന്ന് ഇൻഷാ അല്ലാഹ് വായിക്കാം. അതിനുശേഷം നമുക്ക് മിസാലിലേക്ക് പോവാം. ഇഖ്ഫ ചെയ്യണമെന്ന് പറഞ്ഞു, ഗുന്ന ചെയ്യണമെന്ന് പറഞ്ഞു. വെരി ഇമ്പോർട്ടൻറ്റ് തൻബീഹാണിത്. തയ്യിബ്. എന്താണ്? യംബഗി, ഒരു അറിയിപ്പ്, അറ്റൻഷൻ, നോട്ട്, അങ്ങനെ പറയുമല്ലോ. അതുകൊണ്ടാണ് അലം മുനബ്ബിഹ് എന്ന് പറയാം. അലാം ക്ലോക്ക് നമ്മളെ വിളിക്കുന്നതാണല്ലോ, അലാം മുനബ്ബിഹ് എന്ന് പറയാം. യംബഗി അദ്മുൽ കസ്സി ഷഫതൈൻ, അദ്മു കസ്സി ഷഫതൈനി അലൽ മീമിൽ മഖ്ലൂബത്തി ഇൻദ തലഫുദ് ബിഹി. തയ്യിബ്. ഉദ്ദേശിക്കുന്നത് മീമിന് ശേഷം ബാ വരുന്നു അല്ലേ? നമ്മൾ എന്താണ് പറഞ്ഞത്? ഇഖ്ഫ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ മീം എങ്ങനെ പറയുക നോർമലി? ഇപ്പം അമ്മ, അമ്മയതസ, അമ്മ ശരിക്ക് ഇതില്ല, ആവുന്നില്ല. കസം അമ്മ ആവുന്നില്ല. തയ്യിബ്. നമ്മൾ ഇഖ്ലാബ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കസ് സംഭവിക്കണം. കസ് എന്താണ്? ഇങ്ങനെ അങ്ങനെ പറയാം. ഇപ്പോൾ അമ്പി ഊനി, അമ്പി ഊനി, അത് വിചാരിച്ചിട്ട് ചില ആൾക്കാർ നമ്മളിങ്ങനെ കാണാൻ സാധിക്കും, അബി ഊനി എന്ന് പറയും. അബി ഊനി, രണ്ടും തെറ്റാണ്. ഇത് മുട്ടണം. ചെറിയൊരു ഗ്യാപ്പായ പ്രശ്നമില്ല, പക്ഷെ മുട്ടണം. അതിൻ്റെ മുട്ടിയിട്ട് ഇഖ്ഫ സംഭവിക്കില്ല. നമ്മളിപ്പോൾ എന്താ പറയുക, ശരിക്ക് കസ് ചെയ്ത് ഉച്ചരിച്ചാലോ അവിടെ ഇദ്ഹാറായി, അവിടെ ഇഖ്ഫ സംഭവിക്കുന്നില്ല. അവിടെ നമ്മൾ വെളിവാക്കി ഉച്ചരിച്ചു. അപ്പോൾ അംബി ഊനി, അംബി ഊനി, അംബി ഊനി, അംബി ഊനി, അംബി ഊനി. തയ്യിബ്. ഇത്ബാഖ് സംഭവിക്കുന്നുണ്ട്, പക്ഷേ കസ് സംഭവിക്കാൻ പാടില്ല. പക്ഷേ ഒരുപാട് മസാഫ് സ്പേസ് ഉണ്ടാവാനും പാടില്ല. അംബി ഊനി, അംബി ഊനി. മഫ്ഹൂമല്ല? നമുക്കിത് ബാക്കി വായിക്കാം. വമഅന ഇഖ്ഫാഉൽ മീമി, നമ്മൾ മീമിൽ ഇഖ്ഫ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? ലൈസ ഇഅദാമു ദാതിഹ ബിൽ കുല്ലിയ, ടോട്ടലായിട്ട് നമ്മൾ അതിനെ ഹൈഡ് ചെയ്യുന്നല്ല അർത്ഥം. ഇഖ്ഫനത്തും ഹൈഡിങ്, മീമിനെ ടോട്ടലായിട്ട് ഹൈഡ് ചെയ്യുന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ബൽ ഇദ്ആഫുഹ, നമ്മളതിനെ കുറച്ച് എന്താ പറയുക വീക്കാക്കും. എങ്ങനെയാണ് വീക്കാക്കുന്നത്? വസത്രി ദാതിഹ, നമ്മളത് വീക്കാക്കും. അതിൻ്റെ ദാത്ത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എസൻസ്. ഇപ്പം എൻ്റെ ദാത്ത് എൻ്റെ ബോഡിയാണ്. അപ്പം മീമിൻ്റെ എസൻസ് നമ്മൾ കുറച്ച് ലൈറ്റ് ആക്കും, ഹൈഡ് ചെയ്യും. എങ്ങനെ? ബിതഖ്ലീലിൽ ഇഅ്തിമാദി അലാ മഖ്റജിഹ, നമ്മൾ അതിൻ്റെ മഖ്റജിൽ നമ്മൾ ഓവർ ഡിപ്പെൻഡ് ചെയ്യില്ല, കുറച്ച് കുറക്കും അതിൽ. ഇപ്പോൾ അംബി ഊനി പറയുന്നതിന് പകരം അംബി ഊനി, അംബി ഊനി.
മഫ്ഹൂമല്ല? അതാണ് അതിൻ്റെ രീതി. അപ്പം 3 അമലുകൾ ചെയ്യണം. തയ്യ്. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. അംബിഊനി ഇത് ചോദിക്കാണ്ടായിരുന്നോ? തയ്യ്. നെക്സ്റ്റ് എന്താണ്? വല്ലാഹു അലീമുൻ ബിദാതിസ് സുദൂർ. വല്ലാഹു അലീമുൻ ബിദാതിസ് സുദൂർ. ഓക്കെ, ഇനി ഇതെന്തിൻ്റെ എക്സാമ്പിളാണ്? ഇതാരോട് ഇപ്പോൾ ചോദിക്കാം? മുഖ്താർ, ഇതെന്തിൻ്റെ എക്സാമ്പിളാണ്? ആരോട് ചോദിച്ചത്? പറ മുഖ്താർ. ഇത് അറിയില്ല എന്താണ്? തൻവീൻ ഭാവം. എന്നാൽ എല്ലാവരും ഇത്തിഫാക്കാണോ? എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇതെന്താണ് അറിയിക്കുന്നത്? അദമുൽ മുറാജ ചെയ്യുന്നില്ല എന്നാണ് അറിയിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻവീൻ പഠിച്ച സമയത്ത് ഇത് അസ്ലൻ തൻവീൻ അല്ല, തൻവീൻ രൂപത്തിൽ എഴുതിയതാണെന്ന്. ഓർമ്മ ഉണ്ടോ? ഇത് അസ്ലൻ എന്താണ്? നൂൻ സാക്കിനാണ്. നൂൻ സാക്കിൻ പിന്നെ തൗക്കീൽ നൂനാണ്. അത് ഈ ഒരു ഫോമിൽ എഴുതിയതാണ്. തയ്യബ്, അതാണ് നൂൻ സാക്കിത്ത് പിന്നെ നൂൻ തൗക്കീദിൻ്റെ എക്സാമ്പിളായിട്ട് ഇവിടെ വന്നത്. പക്ഷേ തൻവീൻ്റെ ഷക്കിൽ എഴുതിയേ ഉള്ളൂ. ഓക്കെ ഇഖ്വാൻ റാജിഉ. എങ്ങനെ? അത് തൻവീൻ്റെ ഫോമിൽ എഴുതിയതാണ്. അതിൻ്റെ അസ്ലി നൂൻ തൗക്കീദാണ്. അല്ല, അലിഫ് പിന്നെ മൻസൂബ് ആയതുകൊണ്ടാണ്. അതായത് 2 ഫത്ഹത്തീനാണല്ലോ, അതുകൊണ്ടാണ് അലിഫ് വന്നത്. അല്ല, അത് ഇതായിട്ട് ബന്ധമില്ല. തയ്യബ്, എല്ലാ ഫത്ഹത്തീന് വരുന്ന സമയത്തും അലിഫ് വരും. അല്ല, അത് ഖുർആനിൽ 2 ഇത് പൊതുവെ അങ്ങനെ വരാറില്ല. നിങ്ങൾ ക്ലാസ് മിസ് ചെയ്യുന്നൊന്നുമല്ല. പൊതുവേ ഇത് അങ്ങനെ വരാറില്ല. ഖുർആനിൽ 2 സിറ്റുവേഷനിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ലയകൂനം മിനസ് സാഗിരീൻ ലനസ്ഫഅൻ ബിന്നാസിയ. ഈ 2 സിറ്റുവേഷനിൽ മാത്രമാണ് വന്നത്. ഓക്കെ, ഈ 2 സിറ്റുവേഷനിൽ മാത്രമാണ് നൂൻ തൗക്കീദ് തൻവീൻ്റെ ഫോമിൽ വന്നത്. ഓക്കെ ഓക്കെ അല്ലേ? ഇനി എന്താണ്? ഖാല സ്വാഹിബു തുഹ്ഫ. ആരാണ് സ്വാഹിബു തുഹ്ഫ? എന്താണ് തുഹ്ഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ചോദിക്കാറാണ്. നമ്മൾ ഒരുപാട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് സ്വാഹിബു തുഹ്ഫ? ഈ തുഹ്ഫ എന്താണ്? ആദ്യമായിട്ട് കേൾക്കുന്ന തുഹ്ഫ ഒരു ബെയ്ത്തിൻ്റെ തുഹ്ഫത്തുൽ അത്ഫാൽ, അതാണ് കവിതിൻ്റെ പേര്. തജ്വീദ് എഴുതിയ ചെറിയൊരു കൃതിയാണ്. ജംസൂരി റഹിമഹുല്ല ഖാല സാഹിബു തുഹ്ഫ എന്താണ് പറയുന്നത്? വസ്സാലിസു, ഇത് 3ാമത്തെ റൂളിംഗ് അല്ല. വസ്സാലിസു അൽ ഇഖ്ലാബു ഇൻദൽ ബാഇ, ബാൻ്റെ അടുത്ത് ഇഖ്ലാബ് സംഭവിക്കും. മീമൻ ബിഗുന്നത്തിൻ മഅൽ ഇഖ്ഫാഇ, ഗുന്ന ഉണ്ടാവും ഇഖ്ഫ ഉണ്ടാവും. ഇൻദൽ ബാഇ മീമൻ ബിഗുന്നത്തിൻ ഇൻദൽ മഅൽ ഇഖ്ഫാഇ, ഗുന്ന ഉണ്ടാവും ഇഖ്ഫ ഉണ്ടാവും. തയ്യബ്, അത് തുഹ്ഫയിലൊരു ബെയ്ത്താണ് ഇഖ്ലാബിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. ഇനി അലാമത്തു ഫി ദബ്തിൽ മുസ്ഹഫ്, മുസ്ഹഫിൽ എങ്ങനെയാണ് ഇഖ്ലാബ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുക? ഫസ്റ്റ് നൂൻ സാക്കിൻ ഉള്ള സമയത്ത്, കാരണം നൂൻ സാക്കിൻ തൻവീന് ശേഷമാണല്ലോ ബാ വരുത്ത് ഇഖ്ലാബിൽ. എങ്ങനെയാണ്? തഅരിയത്തു നൂൻ സാക്കിനതി മിൻ അലാമത്തി സുക്കൂൻ, നൂൻ സാക്കിനിൽ സുക്കൂൻ ഉണ്ടാവുകയില്ല. നൂൻ സാക്കിനിൽ സുക്കൂൻ ഉണ്ടാവുകയില്ല. വവദ്ഉ മീമിൻ സഗീറത്തിൻ അലൈഹ, അതിന് മുകളിൽ ചെറിയൊരു മീമ് വെക്കും. ചെറിയൊരു മീമ്, അത് റംസാണ്. അത് ഹർഫായി മാറ്റുന്നില്ല, ഒരു അടയാളമായി വെക്കുന്നതാണ്. നമ്മളവിടെ പറഞ്ഞു ഹിഡൻ ആയിരിക്കുമെന്ന്, അത് റംസാണ്. അതാണ് ഇവിടെ എക്സാമ്പിൾ. ഇവിടെ കണ്ടോ, നൂന് സുക്കൂന് മാറ്റിയിട്ട് അവിടെ ചെറിയൊരു മീൻ വെച്ചു. മഫ്ഹൂമല്ല? ഖുർആൻ നിങ്ങളിപ്പോൾ ചെറിയ മീം കണ്ട ഇതാണ് മനസ്സിലാക്കണം, ഇഖ്ലാബാണെന്ന് മനസ്സിലാക്കണം. പക്ഷെ നിയമം പഠിച്ചാൽ മീമിൻ്റെ ആവശ്യമില്ല. ഇത് മനസ്സിലാവാത്ത അവർക്കാണ് ഇതുള്ളത്. ഇത് എളുപ്പത്തിന് വേണ്ടി ചെയ്ത് എന്താ പറയുക, സഹലാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇത് നിയമം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിനുശേഷം ഇത് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം, നമുക്ക് ഡയറക്റ്റ് തിൽക്കായിന് അത് വരും, ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരും. ഇനി തൻവീനാണ് ഇങ്ങനെയായിരിക്കും. ഇബ്ദാലു ഇഹ്ദ അലാമത്തി തൻവീൻ, അതായത് തൻവീൻ്റെ 2 അലാമത്ത് ഉണ്ടാവില്ല, അത് ഒരു അലാമത്ത് മാറ്റും. എങ്ങനെ? മീമൻ സഗീറത്തൻ, രണ്ട് ഫത്ഹത്തിനാണെങ്കിൽ 2 ഫത്ഹയാണെങ്കിൽ ഒരു ഫത്ഹ ഉണ്ടാവും, അതിൻ്റെ പകരം അതിനുശേഷം 2ാമത്തെ ഫത്ഹയ്ക്ക് പകരം ഒരു ചെറിയ മീം ഉണ്ടാവും. ബൊമ്മത്തിനാണെങ്കിൽ ഒരു ബൊമ്മ ഉണ്ടാവും, 2ാമത്തെ ഒരു മീം ഉണ്ടാവും. ഓക്കെ, കെസത്തിന് അങ്ങനെ തന്നെ. ഇതാ അലീമും ബിദാത്തി, ഇവിടെ ബൊമ്മ വന്നു മീം വന്നു. സമീഅൻ ബസീറ, ഇവിടെ ഫത്ഹ വന്നു ഇത് വന്നു, അങ്ങനെ തന്നെ. ക്ലിയർ അല്ലേ? ബാറക്കല്ലാഹു ഫീക്കും. അതെ അതെ, അസ്ലി ഹറക്കത്തിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തില്ലല്ലോ. വജ്ഹു, ഇതെന്തുകൊണ്ടാണ് ഇവിടെ
ഇഖ്ലാബാവാൻ കാരണം അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ലം യുഹ്സിനൽ ഇദ്ഹാറു ലിഅന്നഹു യസ്തൽസിമുൽ ഇത്യാനു ബിൽ ഗുന്ന ثم إطباق الشفتين من أجل النطق بالباء عقب الغنة وهذا فيه عسر وكلفة. ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഇദ്ഹാർ ചെയ്യുന്നുണ്ടെങ്കിൽ കുൽഫ ഒരു ബുദ്ധിമുട്ട് മശക്ക ഉണ്ടാവും. ഇദ്ഹാർ ചെയ്യുന്നുണ്ടെങ്കിൽ മശക്ക ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഇദ്ഹാറാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയില്ല. തയ്യും അതുകൊണ്ട് ഇദ്ഹാർ ചെയ്യാത്തത്. ഇദ്ഗാം എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? വലം യുഹ്സിൽ ഇദ്ഗാമു ലിബുഅദിൽ മഖ്റജി വഫഖ്ദി സബബിൽ മൂജിബി ലഹു. അതായത് ഈ ഇഖ്ലാബിൻ്റെ മഖ്റജ് ബഈദാണ്, തയ്യിബ് ദൂരെയാണ്. അതാണ് വലം യുഹ്സിൽ ഇദ്ഗാമു ലിബുഅദിൽ മഖ്റജി വഫഖ്ദി സബബി അൽ മൂജിബി ലഹു. അഫ്വൻ, ഇദ്ഗാമിൻ്റെ മഖ്റജ് ദൂരെയാണ്. ഇദ്ഗാമിൻ്റെ മഖ്റജ് ദൂരെയാണ്. അതുകൊണ്ട് അതിന് സബബ് ഇദ്ഗാം ചെയ്യേണ്ട സബബ് അവിടെ സംഭവിക്കുന്നില്ല. ഇദ്ഗാം ചെയ്യേണ്ട സബബ് അവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇദ്ഗാം ചെയ്യാത്തത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഫലമ്മ ലം യുഹ്സിൻ അൽ ഇദ്ഹാറു വലൽ ഇദ്ഗാമു തഅയ്യന അൽ ഇഖ്ഫാ. അതായത് ഇദ്ഹാറു സംഭവിക്കുന്നില്ല, ഇദ്ഗാമു സംഭവിക്കാൻ പറ്റുന്നില്ല. അപ്പം എന്താണ്? അപ്പം തഅയ്യിൻ ചെയ്തു എന്തിന്? ഇദ്ഗാമി ഇഖ്ലാബിന്. അപ്പം ഞാൻ ഇവിടെ ഇഖ്ഫ എന്നാണ് എഴുതിയത്, ഇവിടെ ഇഖ്ലാബാണ് വരേണ്ടത്. തഅയ്യനൽ ഇഖ്ലാബ്. സുമ്മ തൂസലു ഇലൈഹി ബിൽ ഖൽബ്. എങ്ങനെയാണ് ഇഖ്ലാബ് സംഭവിക്കുന്നത്? ഖൽബ് ചെയ്തുകൊണ്ട്. മീമൻ ലിമുശാറകതിഹിമാ ലിൽ ബാഇ മഖ്റജൻ വലിന്നൂനി ഗുന്നതൻ. അതായത് നമ്മൾ നൂനിനെ നമ്മൾ മീമാക്കി മാറ്റി. ഈ മീമാക്കി മാറ്റിയ സമയത്ത് അതിന് ബാണല്ലോ, ബാവും മീമിനും ഇഷ്തിറാക്ക് സംഭവിക്കുന്നുണ്ട്, നൂനും ഇഷ്തിറാക്ക് സംഭവിക്കും. എന്താണ്? മീമിനും നൂനും എന്താണ് ഒരു സിഫത്തുള്ളത്? ഗുന്നത്തുണ്ട്. അതേപോലെ തന്നെ മീമിനും ബാക്ക് എന്താണുള്ളത്? ഒരു മഖ്റജാണ്. ഓക്കെ, മീം ബാവും ഒരു ചുണ്ട് തന്നെ ഷഫത്തീനാണല്ലോ മീം ബാവും. തയ്യും അതാണ് ഇതിൻ്റെ. അതുകൊണ്ടാണ് അങ്ങനെയാണ് നമ്മൾ പിന്നെ ഇഖ്ലാബ് ചെയ്ത്. ഇവിടെ തെറ്റുണ്ട്, ഇവിടെ ഇഖ്ഫ അല്ല, ഇവിടെ ഇഖ്ലാബാണ്. വല്ലാഹു അലം. ഇനി ലാസ്റ്റ് റൂളിങ് അൽ ഇഖ്ഫ. ഇഖ്ഫ ഭാഷപരമായ അർത്ഥം അസ്സത്തർ, കൺസീൽ ചെയ്യുക, ഒളിപ്പിക്കുക. അസ്സത്തർ. തയ്യും ഇസ്തിലാഹൻ എന്താണ്? അന്നുത്ഖു ബിഹർഫിൻ സാക്കിനിൻ ആരിൻ അനി തഷ്ദീദി. ഒരു സാക്കിനെ ഹർഫിനെ ഉച്ചരിക്കലാണ് തഷ്ദീദിൽ, ശ്രദ്ധയില്ലാതെ. അല സിഫത്തിൻ ബൈൻ ഇദ്ഹാരി വൽ ഇദ്ഗാം. അതായത് അതിൻ്റെ സിഫത്ത് ഇങ്ങനെയായിരിക്കും, ഇദ്ഹാറും ആയിരിക്കില്ല ഇദ്ഗാമും ആയിരിക്കില്ല, അതിൻ്റെ ഒരു വസത്തായ ഒരു സിഫത്തായിരിക്കും. മഅ ബഖാഇൽ ഗുന്നത്തി, ഗുന്ന ഉണ്ടാവും. ഫിൽ ഹർഫിൽ അവലി. എന്താണ് ഹർഫിൽ അവലി? നൂൻ അല്ലെങ്കിൽ സാക്കിൻ നൂനിക്ക് തൻവീൻ, അതാണ് ഹർഫിൽ അവൽ. അതിനുശേഷമാണ് ഇഖ്ഫാൻ്റെ ഹുറൂഫുകൾ വരുന്നത്. അപ്പം ഹർഫിൽ അവലിൽ ഗുന്ന ഉണ്ടാവും. തയ്യിബ് എങ്ങനെയായിരിക്കും ചെയ്യുക? ഇദ്ഹാറിൻ്റെ സിഫത്തും അല്ല ഇദ്ഗാമിൻ്റെ അല്ല, പക്ഷെ ഒരു വസത്തായ രീതിയിൽ. ഈ താരീഫ് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നതിന് നമ്മൾ പ്രാക്ടിക്കൽ തത്ബീഖ് ചെയ്ത സമയം കൂടുതൽ ഇത് കിട്ടും. നമ്മൾ ജസ്റ്റ് ഒരു താരീഫ് വായിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് നമുക്കത് കരക്കണം നിർബന്ധമില്ല. അത് നമ്മൾ പിന്നെ ഖുർആനിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് മുഷാഫഹത്തൻ അവിടെ നിന്ന് കേൾക്കുന്ന സമയത്താണ് ശരിക്ക് മനസ്സിലാവുക. ഓക്കെ, അതിന് ഹുറൂഫ് എന്താണ്? 15 നമ്മൾ നേരത്തെ പറഞ്ഞു. ബഖീത്തുൽ ഹുറൂഫ് ഇവിടെയാണ് പോയത്. നമ്മൾ പറഞ്ഞു ബഅദ ഇസ്ഖാത്തി ഹുറൂഫിൽ ഇദ്ഹാരി വൽ ഇദ്ഗാമി വൽ ഇഖ്ലാബ്. ഇത് മൂന്നും ഹുറൂഫ് പോയ സമയത്ത് ബാക്കിയുണ്ടായത് 15. ജമഅഹു അൽ ജംസൂരി ഫി അവാഇലിൽ കലിമാത്തി ഹാദൽ ബൈത്ത്. അതായത് തുഹ്ഫത്തുൽ അത്ഫാൽ വന്ന ബെയ്ത്താണിത്. ഇതിൻ്റെ ഓരോ പിന്നെ വേർഡിൻ്റെ ഫസ്റ്റ് ഹർഫ് ഇഖ്ഫ്, പിന്നെന്താ പറയുക, ഇഖ്ഫൻ്റെ ഹുറൂഫുകളാണ്. എന്താണത്? സിഫ് ദാ സന കം ജാദ ശഖ്സുൻ ഖദ് സമ ദും തയ്യിബൻ സിദ് ഫി തുഖാ ദഅ ളാലിമ. ഇത് ഹിഫ്ദാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് പിന്നെ ഹുറൂഫുകൾ, ഫസ്റ്റ് ഹർഫിൽ എന്താണ്? ഇഖ്ഫൻ്റെ ഹുറൂഫുകളാണ്. നഅം, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഫഹിയ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് കൊടുത്തിട്ടുള്ളത് ഇഖ്ഫൻ്റെ ഹുറൂഫുകളാണ്. ഓക്കെ. ഹുക്മുഹു, എന്താണ് അതിൻ്റെ ഹുക്മ്? ഇദാ വഖഅ ഹർഫുൻ മിൻ ഹാദിഹിൽ അഹ്റുഫി, ഇതിൽപ്പെട്ട ഏതൊരു ഹർഫ് വന്നിട്ടുണ്ടെങ്കിൽ ബഅദ നൂനി സാക്കിനത്തി അവി തൻവീനി, നൂൻ സാക്കിന തൻവീന് ശേഷം അത് വന്നിട്ടുണ്ടെങ്കിൽ വജബ ഇഖ്ഫാഉഹുമാ, ഇഖ്ഫ ചെയ്യണം. ഹുമ എന്ന് പറയാൻ കാരണം തൻവീൻ്റെയോ നൂൻ്റെയോ ഇഖ്ഫ നിർബന്ധമാണ്. വയുസമ്മ ഇഖ്ഫാഅൻ ഹഖീഖിയൻ, ഇതെന്താണ് പറയപ്പെടുന്നത്? ഇഖ്ഫാഅൻ ഹഖീഖിയൻ. ഓക്കെ. ഇനി സബബു തസ്മിയത്തി, എന്തുകൊണ്ടാണ് ഇഖ്ഫ ഹഖീഖി എന്ന് പറയാൻ കാരണം? ഇഖ്ഫ എന്ന് പറയാൻ കാരണം എന്താണ്? ലി ഇഖ്ഫാ ഇൻ നൂനി സാക്കിനത്തി വ തൻവീനി ഇൻദ ഹാദിൽ അഹ്റുഫ്. നമ്മൾ നൂനും തൻവീനും നമ്മൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇഖ്ഫ ഹഖീഖി എന്ന് പറയാൻ കാരണം എന്താണ്? ലി അന്നഹു മുഹഖഖുൻ ഫി നൂനി സാക്കിനത്തി വ തൻവീനി അക്സർ മിൻ ഗൈരിഹ. ഏറ്റവും കൂടുതൽ ഇഖ്ഫ സംഭവിക്കുന്നത് നൂൻ സാക്കിന് ശേഷം വരുന്ന സമയത്താണ്. ഇപ്പം
മീം സാക്കിന് ശേഷം ഇഖ്ഫ സംഭവിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞ ബാ വരണമെന്ന് ഒറ്റൊരു ഹർഫേ ഉള്ളൂ. പക്ഷേ നൂൻ സാക്കി 15 പിന്നെ ഹുറൂഫുകളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹഖീഖി എന്ന് പറയാൻ കാരണം. അതിൻ്റെ മിസാല് ഫസ്റ്റ് എന്താണ്? വഹും ലാ യുൻസറൂൻ, അഫ്വൻ വലാ ഹും യുൻസറൂൻ. സെക്കൻഡ് എന്താണ്? മൻ ജാഅ. തേർഡ് വൺ വകുല്ലൻ ضربنا. മഫ്ഹൂം? പിന്നെ ഇത് നെക്സ്റ്റ് ക്ലാസ് എനിക്ക് വിശദീകരിച്ച് പറയാം അതിൻ്റെ തത്ബീഖ് എങ്ങനെയാണ്. പക്ഷേ മിൻബാബിൽ ഫായിദ പറഞ്ഞിരുന്നതാണ്. നമ്മൾ ഇഖ്ഫ ചെയ്യുന്ന സമയത്ത് നമ്മൾ നൂൻ സാക്കിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഹർഫിലോട്ട് നമ്മൾ പോകണം. അതായത് ഇത് ആക്ച്വലി പിന്നെ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ അറബ്സ് ഇഖ്ഫ ചെയ്യുമായിരുന്നു. അവരിപ്പോൾ ഇൻസാൻ, അവർ ഇൻസാൻ എന്ന് പറയില്ല, ഇൻസാൻ. അൻഫുസഹും എന്ന് പറയില്ല. പക്ഷെ ഖുർആൻ വന്നതിന് ശേഷം അവിടുത്തെ ഗുന്ന കുറച്ച് നീട്ടിയെന്നുള്ളൂ. അൻഫുസഹും. ഞാനിപ്പോൾ അൻഫുസഹം ഇങ്ങനെ പറഞ്ഞത് അൻഫുസഹും. അവിടെ മണിക്കുന്ന സമയത്ത് നമ്മൾ ഫാൻ്റെ മഖ്റജിലേക്ക് വന്നു കഴിഞ്ഞു. അവിടെ ഫുള്ളായിട്ട് അതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞു. പക്ഷെ ഫുള്ളായിട്ട് അങ്ങനെ പറയാൻ പാടില്ല. അൻഫുസഹും ഇൻസാൻ. ഇപ്പം ഉദാഹരണം, ഇപ്പം കുൻതും, ഇത് പൊതുവെ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കുന്ന മിസ്റ്റേക്കാണ്. അതായത് കൂത്തും അങ്ങനെ ഓതുക, കൂത്തും. അവിടെ അവർ താലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് ചെയ്യേണ്ടത്? കൂത്തും, കൂ പക്ഷേ നൂന് വന്ന് കൂത്തും. ക്ലിയർ അല്ല? ജാബൻ എന്തോ ചോദിക്കാണ്ടിരുന്നില്ല? طيب نعم. وجهه النون الساكنة والتنوين لم يبعدا عن حروف الإخفاء كبعدهما عن حروف الحلق. അതായത് ഹുറൂഫുൽ ഹൽക്ക് എന്തെല്ലാണ്? നമ്മൾ പറഞ്ഞു 6 ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. അത് ഹുറൂഫിൽ എന്താ പറയുക, അത് നൂൻ സാക്കിന് വളരെ ദൂരെയാണ്. അതേപോലെ ദൂരെയില്ലെന്ത് ഇഖ്ഫന് ഹുറൂഫുകൾ. ഓക്കെ. അതുപോലെ തന്നെ ഹത്ത യജിബുൽ ഇദ്ഹാർ ആവാൻ വേണ്ടി, അതാക്കി ഇദ്ഹാർ ആവുമല്ലോ, അതുകൊണ്ടാണ് ഇദ്ഹാർ ആവുന്നത് ദൂരെ ആയതുകൊണ്ട്. വലം യഖ്റുബ മിൻഹുന്ന കഖുർബിഹിമ മിൻ ഹുറൂഫിൽ ഇദ്ഗാമി ഹത്ത യജിബുൽ ഇദ്ഗാമു. അത് വളരെ അടുത്തുമല്ല എന്തിനു വേണ്ടി? ഇദ്ഗാമാൻ വേണ്ടി. ഫഅഅതിയ മഅഹുന്ന ഹുക്മൻ വസ്ത, ഒരു വസ്തയായ ഒരു ഹുക്മ കൊടുത്തു. ബൈനൽ ഇദ്ഹാരി വൽ ഇദ്ഗാം. അതാണ് നമ്മൾ പിന്നെ ആദ്യം വായിച്ചത്. ഇദ്ഹാറും ഇദ്ഗാം നടുക്ക് വരുന്നതുകൊണ്ടാണ് വസ്തത്തെ ഹുക്മ കൊടുത്തത് എന്നുള്ളത്. വഹുവൽ ഇഖ്ഫ, അതാകുന്നു ഇഖ്ഫ. അതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് യെസ്, ഇത് പിന്നെ ഇദ്ഹാർ എന്തുകൊണ്ടാണ് ആവാത്തത്? കാരണം ഇദ്ഹാറിൻ്റെ ഹുറൂഫിന് അടുത്ത പോലെ അത്ര ദൂരെ ഇല്ല. ഇദ്ഹാർ ഹൽക്കാണല്ലോ. ഇദ്ഗാം എവിടെയാണ്? പിന്നെ ലിസാൻ്റെ അവിടെയാണ്, തൊറഫിൻ്റെ അവിടെയാണ്. ഇനി എന്താ പറയുക, ഇഖ്ഫാൻ്റെ എവിടെയാണ്? അതിൻ്റെ അത്ര ദൂരവുമല്ല അടുത്തുമല്ല, മധ്യമായിട്ട്. അൽ ഫർഖു ബൈനൽ ഇദ്ഗാമി വൽ ഇഖ്ഫ. എന്താണ് ഇദ്ഗാമും ഇഖ്ഫയും തമ്മിലുള്ള വ്യത്യാസം? അൽ ഇദ്ഗാമു യസ്ഹബുഹു തഷ്ദീദ്. ഇദ്ഗാം ചെയ്യുന്നത് ശബ്ദ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചപ്പോൾ പറഞ്ഞു അവിടെ ശബ്ദ ഉണ്ടാവാറുണ്ട്. തയ്യിബ്. വൽ ഇഖ്ഫാഉ ഗൈറു മസ്ഹൂബുൻ ബിഹി, അവിടെ ശബ്ദ ഉണ്ടാവില്ല. വയകൂനു ഇൻദൽ ഹുറൂഫി ലാ ഫീഹ. അതായത് ഇഖ്ഫ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഹുറൂഫിൻ്റെ ഫീഹ, ഇറ്റ്സ് നോട്ട് ഇൻസൈഡ്, അതിൻ്റെ അടുത്തായിരിക്കും. ഇത് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇവിടെ ഫയുഖാൽ അഖ്ഫൻ നൂന ഇൻദൽ കാഫി ലാ ഫീഹ. അതായത് നൂന നമ്മൾ പിന്നെ ഇഖ്ഫ ചെയ്തു കാഫിൻ്റെ അടുത്ത്, കാഫിൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇദ്ഗാമാണെങ്കിലോ ഇദ്ഗാമാണെങ്കിലോ വ അദ്ഗമൻ നൂന ഫിർ റാഇ, റാലി ഇദ്ഗാം ചെയ്തു, അത് ഇൻസേർട്ട് ചെയ്തു. ലാ ഇൻദ, അതിൻ്റെ അടുത്ത് എന്നല്ല പറയാം. അതാണ് അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. മറാത്തിബുൽ ഇഖ്ഫ, 3 മറാത്തിബുകളാണുള്ളത്, 3 ലെവൽസാണുള്ളത്. ഒന്നെന്താണ്? അക്വാഹ, ഒന്ന് അദ്നാഹ. അദ്നാഹ ഏറ്റവും, അക്വാഹിന് ഏറ്റവും കൂടുതൽ ഇഖ്ഫ സംഭവിക്കുന്നത്, അദ്നാഹ ഏറ്റവും കുറവ്, ഔസത്തുഹ നടുക്കായിട്ട്. അക്വാഹ എന്താണ്? ഒന്ന് തോ, ഒന്ന് ദാൽ, ഒന്ന് ത. ഇത് 3 ഒരേ മഖ്റജിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. അതെന്തുകൊണ്ട് അടുത്ത് സംഭവിക്കാൻ കാരണം? അടുത്തായതുകൊണ്ട്, നൂൻ സാക്ക് അടുത്താണിത്. ഓക്കെ.
ഇനി ഖാഫും കാഫും എന്താണ്? അതിൻ്റെ മഖ്റജ് വളരെ ദൂരെയാണ്. ഖാഫ് കാഫ് ഇത് പറയുന്ന സമയത്ത് ഇൻഖിലാഖ് സംഭവിക്കും. അതായത് അവിടെ നമ്മൾ പാസേജ് ക്ലോസ് ചെയ്യണം. ഇപ്പോൾ മിൻ ഖബൽ മൻ കാന, മിൻ ഖബൽ എന്ന് ഓതാൻ പാടില്ല. മിൻ ഖബലല്ല, മിൻ ഖബൽ മൻ കാന. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പ്രാക്ടിക്കൽ നമുക്ക് എന്താ പറയുക ശരിക്കും ഉച്ചരിക്കേണ്ട ക്ലാസ് ആയിട്ട് നമുക്ക് അടുത്തെടുക്കാം. ഇത് നമുക്ക് റൂൾസ് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ചുരുക്കം മനസ്സിലാക്കുക. ഇഖ്ഫാക്ക് 3 മറാത്തിബാണ് ഉള്ളത്. ഓക്കെ, അക്വാഹക്ക് എന്താണ്? ഖുർബ എന്നാണ് പറയുക, മറ്റേത് ബുഅദ എന്നാണ് പറയുക, മൂന്നാമത്തിന് മുസ്താൻ എന്നാണ് പറയുക. അത് പിന്നെ മനസ്സിലാവില്ല, എളുപ്പമാണല്ലോ. തയ്യിബ്. അലാമത്തു ഫി ദബ്തിൽ മുസ്ഹഫ്. അലാമത്തുഹു ഫി ദബ്തിൽ മുസ്ഹഫ്. എന്തിൽ അലാമത്ത്? ഇഖ്ഫൻ അലാമത്ത് മുസ്ഹഫിൽ എങ്ങനെയാണെന്ന്. നൂൻ സാക്കിൻ വരുന്ന സമയത്ത് അദമു വദഇ സുകൂനി അല നൂനി സാക്കിനതി വഅദമു തഷ്ദീദി മാ ബഅദഹ. അതായത് നൂൻ സാക്കിനുള്ളിൽ സുക്കൂൻ ഉണ്ടാവില്ല, അതിനുശേഷം ഷദ്ദയും ഉണ്ടാവില്ല. എങ്ങനെ? ഇൻ കുൻതും അങ്ങനെ ചേർന്നിട്ട്. ഓക്കെ, ഇനി തൻവീൻ വരുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും. തതാബുഉ ഹറകതൈ അത്തൻവീൻ. അതായത് അതിന് തൻവീൻ്റെ തതാബു ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ. അതായത് ഒന്നിന് മുകളിൽ ഒന്നായിരിക്കില്ല, ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടാവും. വഅദമു തഷ്ദീദി മാ ബഅദഹു. അതിനുശേഷം ഷദ്ദ ഉണ്ടാവില്ല. ഏതാ? ബിരീഹിൻ സർസറ, അഫ്വൻ ബിരീഹിൻ സർസറിൻ അതിനുശേഷം ഊതുന്നുണ്ടെങ്കിൽ. ഇത് ആക്ച്വലി ആയത്തിൻ്റെ എൻഡിങ് ആണ്. ഇത് പുതിയ ആയത്ത് തുടങ്ങുകയാണ്. മുസ്ഫിറത്തുൻ ضاحിക, മുസ്ഫിറത്തുൻ ضاحിക. എന്നിട്ട് ഇതേ അലാമത്താണ് എന്തിനുള്ളത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശരിക്ക് ബോർഡിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അൽ ഇദ്ഗാമുൻ നാഖിസിനും ഇതേ അലാമത്താണ്. നിങ്ങളത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. തയ്യബ്, ഇദ്ഗാമുൻ നാഖിസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.